നമസ്കാരം. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം ജനങ്ങളെ ഭീതിയിലാഴ്ത്തി വിമാനത്തിന്റെ അസാധാരണ ലാൻഡിംഗ് നീക്കം. പെരുമ്പാവൂർ ഒക്കൽ നമ്പിള്ളി കവലയിൽ ലാൻഡിംഗിനായി എത്തിയ വിമാനം അസാധാരണമാം വിധം താഴ്ന്നു പറന്നതിനെ തുടർന്ന് വീടിന്റെ മേൽക്കൂര തകർന്നു. ശക്തമായ വായുമർദ്ദത്തിൽ ഒക്കൽ സ്വദേശി മാണിക്കത്താൻ MV ജോയുടെ വീടിന്റെ മേൽക്കൂരയിലെ 120ഓളം ഓടുകളാണ് പറന്നുപോവുകയും തകർന്നു വീഴുകയും ചെയ്തത്. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു നാടിനെ നടുക്കിയ ഈ ഒരു സംഭവം ഉണ്ടായത്. കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങുവാനെത്തിയ വിമാനം സാധാരണ പരിധിയിലും താഴ്ന്നു പറന്നതാണ് അപകടത്തിന് കാരണമായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിയ ശബ്ദത്തോടെ വിമാനം കടന്നുപോയതിന് തൊട്ടു പിന്നാലെ ഓടുകൾ ഒന്നൊന്നായി താഴേക്ക് പതിക്കുകയായിരുന്നു. അപകട സമയത്ത് വീട്ടുകാർ മാറിയതിനാലാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. എന്നാൽ ഈ പ്രദേശത്ത് ഇത്തരമൊരു സംഭവം ഇതാദ്യമായല്ല എന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. മുൻപും സമാനമായ രീതിയിൽ വിമാനം താഴ്ന്നു പറന്ന് ജനവാസ മേഖലകളിൽ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ടാല പ്രസാദ് എന്ന നാട്ടുകാരന്റെ വീടിന്റെ മേൽക്കൂരയ്ക്ക് മാത്രം മുൻപ് 3 തവണയാണ് ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചത്. മുൻപ് അപകടങ്ങൾ ഉണ്ടായപ്പോൾ വിമാനത്താവള അധികൃതരായ സിയാലിന് പരാതി നൽകിയിരുന്നുവെങ്കിലും യാതൊരുവിധ നഷ്ടപരിഹാരവും ലഭിച്ചില്ലെന്ന ഗുരുതരമായ ആരോപണവും ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. റൺവേയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വിമാനങ്ങളുടെ ഈ അസാധാരണ താഴ്ന്നു പറക്കൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നുവെന്ന പരാതി വ്യാപകമാണ്. സംഭവത്തിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് നാട്ടുകാരുടെ തീരുമാനം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേക്ക് സമീപത്തുള്ള ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലെന്ന ഗുരുതര ആക്ഷേപമാണ് പെരുമ്പാവൂർ ഒക്കൽ മേഖലയിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വിമാനങ്ങൾ ലാൻഡിങ്ങിനായി താഴ്ന്നു പറക്കുമ്പോൾ ഉണ്ടാകുന്ന അതിശക്തമായ വായു ചുഴിയും മർദ്ദവും അഥവാ വേഗ് ടർബുലൻസ് ആണ് വീടുകളുടെ മേൽക്കൂര തകരുവാൻ കാരണം. അന്താരാഷ്ട്ര സിവിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ കൃത്യമായ ഗ്ലൈഡ് പാത്ത് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ചില വിമാനങ്ങൾ ജനവാസ മേഖലയ്ക്ക് മുകളിലൂടെ നിശ്ചിത പരിധിയിലും താഴെ പറക്കുന്നതാണ് ഈ പ്രതിസന്ധിക്ക് പിന്നിലെന്നാണ് വ്യോമയാന വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ സിയാൽ അധികൃതർ കാണിക്കുന്ന നിസ്സംഗതയ്ക്കെതിരെ ഒക്കൽ നമ്പിള്ളി കവലയിലെ ജനങ്ങൾ ഇപ്പോൾ കൂട്ടായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. മാണിക്കത്താൻ ജോയുടെ വീടിന്റെ മേൽക്കൂര തകർന്ന സംഭവമാണ് ഒടുവിലത്തെ ഉദാഹരണം. മുൻപ് 3 തവണ ഇതേ ദുരന്തം നേരിട്ട പണ്ടാല പ്രസാദ് ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾക്ക് നീതി ഉറപ്പാക്കാൻ ഒരു ജനകീയ ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കാനുള്ള നീക്കത്തിലാണ് നാട്ടുകാർ. വില്ലേജ് അധികൃതരെയും തദ്ദേശ സ്വയംഭരണ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി സിയാൽ മാനേജ്മെന്റിനും എറണാകുളം ജില്ലാ കളക്ടർക്കും സംയുക്ത നിവേദനം നൽകുവാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. അപകടം നടന്ന വ്യാഴാഴ്ച വൈകിട്ടത്തെ കൃത്യമായ സമയം കേന്ദ്രീകരിച്ച് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും റഡാർ വിവരങ്ങൾ ശേഖരിച്ച് കുറ്റക്കാരായ എയർലൈൻസിനെതിരെ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. വിമാനത്താവളത്തിന്റെ വികസനത്തിന് ഭൂമി വിട്ടു നൽകിയ ജനങ്ങൾക്ക് നേരെ വ്യോമയാന സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഇത്തരം നടപടികൾ തുടർന്നാൽ റൺവേ ഉപരോധം ഉൾപ്പെടെയുള്ള ശക്തമായ സമരമുറകളിലേക്ക് നീങ്ങുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകുന്നു. ഒക്കൽ മേഖലയിലെ വീടുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ സിയാൽ തയ്യാറാകണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാണ്.